ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ ഈ രാവിലെ എളുപ്പകാലത്ത് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കുടുംബശ്രീയിൽ ഒരു ട്രിപ്പ് പോകുക ഞങ്ങൾ. അതായത് അതെവിടെയാണ് പോകണമെന്ന് എനിക്കും കൂടി അറിയില്ല. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകണം. എല്ലാ അമ്മമാരാണ്, പിള്ളേരാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഒരു പിള്ളേരെ കൊച്ചായിട്ട്. അപ്പോൾ നല്ല സൂര്യപ്രകാശമൊക്കെ എടുത്തിട്ടാണ് പോകണം. നല്ല ഇതുണ്ടായിരുന്നു, ഫോഗൊക്കെ ഉണ്ട്. നല്ല ആസ്വദിച്ചിട്ടൊക്കെയാണ് ഞാൻ വണ്ടി ഓടിച്ചത്. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. ഒരു സൈഡ് സൂര്യനും ഒരു സൈഡ് മഞ്ഞും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അങ്ങനെ ഞങ്ങൾ ബിനി ചേച്ചിയുടെ വീട്ടിൽ പോവുകയാണ്. പോയിട്ട് വണ്ടി വെച്ചിട്ട് ഞങ്ങളതേ നടന്ന് പോവുക. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത് ധന്യേച്ചിയും ഞാനും അമ്മയും പിന്നെ ബിനി ചേച്ചിയുടെ മോളും ഉണ്ടായിരുന്നു, മിഥുല ചേച്ചി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നടന്ന് തീർത്ഥയാത്ര പോലെ നടന്ന് മിൽമയുടെ അവിടെ എത്തി ഞങ്ങൾ. പിന്നെ ബാക്കിയുള്ള അമ്മമാരും കൂടി അവിടെ എത്തി. പിന്നെ ശ്രുതി ചേച്ചി അവിടെ എത്തി. അങ്ങനെ കുറച്ച് പേരൊക്കെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ റോസ്ന ചേച്ചി, ഷെറിൻ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോരോ ആൾക്കാർ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു ഞങ്ങളവിടെ മിൽമയുടെ അവിടെ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ തുടങ്ങി. ഈ ചെരുപ്പിൻ്റെയൊക്കെ കാണാൻ ചെറിയൊരു മെമ്മറി പോലെ. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ എത്തി. അപ്പോൾ വണ്ടിയൊക്കെ എത്തിയിട്ട് അവിടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണ് ഞങ്ങൾ വണ്ടി എടുത്തത് തന്നെ. അതുകൊണ്ട് എൻ്റെ സൈഡിൽ പോയി പ്രെയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കഴിഞ്ഞ ശേഷം പാട്ടിടാമെന്ന് ഇങ്ങനെ തുടക്കം. അങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ പാട്ടൊക്കെ ഇടാനൊക്കെ സ്റ്റാർട്ടാക്കി. കുറച്ച് മൗനമായി. പിന്നെ പാട്ടൊക്കെ ഇട്ടതിന് ശേഷം കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അവരെടുക്കാൻ തുടങ്ങി. പാട്ട് അതിൻ്റെ സൈഡിൽ പോകുന്നു കേട്ടോ. അപ്പം അവരുടെ ഒരു സന്തോഷം നമ്മളത് കൂടി കാണണം. നമ്മുടെ സന്തോഷത്തിൽ എൻ്റെ അമ്മ യോയോയാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാ അമ്മമാരും യോയോ കേട്ടോ. അങ്ങനെ ആരും എന്താ പറയുക, പഴയ ഉള്ള ആൾക്കാർ പോലെ ഒന്നുമല്ല, എല്ലാ അമ്മമാരും യോയോ ആണ്. എല്ലാ അമ്മമാരും എൻജോയ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇനി പോകെ വീഡിയോ മിക്കതും അത് തന്നെയാണ്, ഡാൻസും പാട്ടും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ആദ്യം കാണാം. മിന്നല ഫ്ലാഷ് പോച്ചേ കഥ തിണ്ടാട്ടമാക്കേ ഗോൾഡൻ സ്പാരോ എൻ നെഞ്ചിലോ നീ ഇല്ലാത്ത ലൈഫേ Puccini Marta Becky. Puccini Marta Becky. Puccini Marta Becky.
മടിച്ച് പാണ്ടിയപ്പട്ട കേറി വാ അടമീശ കൗണ്ടർ ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം തിരുനാമ പൂക്കണിയാടും തുളസി കതിരാണോ നീ മനസ്സിൽ ഒഴിയാത്ത വിധിയില്ലേ മനസ്സിന്റെ മൊഴിയല്ലേ കുഴലിൽ ഒന്നിതാളത്തുള്ളിൽ നീളം കുളിരുള്ളിൽ ഒതുക്കി വന്നാണിത്തിര നിന്ദിരം നീ നിലമഴകൾ കലയുടെ തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണിറിയരുതേ ഇവർക്കൊരുവൻ കിഴക്കുതിച്ച് ഇന്ന് താഴെ കൊന്നം കെട്ടി കുത്തടക്കും മണിച്ചെറുക്കൻ തിങ്കളേ പൂത്തിങ്കളേ പണ്ട് ആദാമിനെ കൊണ്ടാപ്പണ്ട് വിധിച്ച പെണ്ണിവളോ അന്ന് അനിന്റെ ഭാര്യയെ ദുരിക്കാൻ വന്നൊരു പെണ്ണിവളോ കൊഞ്ചം വിവരക്കേടി എന്നും ഒരുത്തി കുറച്ച് കഴിച്ചു എന്റെ പഞ്ചായത്തില് ും
ആണിൻ കൈ പതിക്കണം ഞാൻ തട്ടന പഠിച്ച പെണ്ണ എന്റെ തട്ടാലം കണ്ണ എന്ത് കണ്ടാലും കേട്ടാലും അടിപെറുക്കും ഞാൻ ഒരു കഥയില്ലാത്ത പെണ്ണ് മനസ്സലിവില്ലാത്ത പൊണ്ണ് നിന്റെ ലവലില്ലാത്ത നവടി കേൾക്കാനായി വരോ പഞ്ചായത്തില് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളിത് ഇപ്പോൾ ഡാൻസൊക്കെ കുറച്ച് മാറ്റിയൊക്കെ വെച്ച് വണ്ടി സൈഡിൽ നിർത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. എല്ലാ അമ്മമാരും കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ടുവന്നായിരുന്നു. എന്താ പറയുക, ദോശയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ എല്ലാം ഫുഡൊക്കെ കഴിച്ചെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെയും ഞങ്ങൾ ഡാൻസും പാട്ടൊക്കെ പിന്നെയും സ്റ്റാർട്ടായിട്ട് അത് നമുക്കത് കാണാം. Then you call me señorita. I wish it wasn't so damn hard to leave you, but every touch is la la la. It's la la la. Oh. എന്താ മൗനമായിട്ട് ഇരിക്കണമെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ പാട്ട് പാടാൻ പോവാണ്. ഞങ്ങളെല്ലാവരും പാട്ടൊക്കെ വെച്ച് പാട്ട് പാടാൻ പോവാം. ദേവദൂത പാടി സ്നേഹദൂത പാടി ഈയൊലിവിൽ പൂക്കൾ ചൂടിയാട് നിലാവ് ദേവദൂത പാടി സ്നേഹദൂത പാടി ഈയൊലിവിൽ പൂക്കൾ ചൂടിയാട് നിലാവ്
താളത്തിലാടി മരക്കൊമ്പത്തൊരു നാളിലാടി ഒന്നിച്ചേരുന്നു മഴപ്പൈങ്കിളികൾ ഒന്നാടാം കുഞ്ഞിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നെന്നം താളെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു നാളിലാടി ഒന്നിച്ചേരുന്നു മഴപ്പൈങ്കിളികൾ ഒന്നാടാം കുഞ്ഞിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നെന്നം താളെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു നാളിലാടി വനവേടൻ വീശിയ വലയിൽ വീണു മണിമുത്ത് മുള്ളിൽ നേരിഞ്ഞു താണു ഒരു കുഞ്ഞു മെഴുതിരി ഉരുകും പോലെ കരയുമ പെൺകിളി കാത്തിരുന്നു എതിരെ നിന്നതേതുമേ നാളെ അന്നു നീക്കുവാൻ ചാലു തീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ മുത്തുകളോടിക്കൊണ്ട് കാറ്റിലെ നൊമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം വെക്കാതെ കാട്ടിത്തരും ചൂടും നിരുത്തകറ്റാൻ തീയെന്നും മുന്നിൽ തെളിഞ്ഞുണരും നീയെന്നാകത്തെടുത്ത് മണ്ണൊരു കാടാക്കി മാറ്റിത്തരും കുഞ്ഞിളം മാവേ കേട്ട് മെല്ലെ കിളി കൂട്ട് മാറിൻ പെണ്ണിന്റെ കണ്ണില് കുതിരി കത്തുമ്പോ പകുതിയും മത്തപ്പം വേറെ വേണോ തന്തിനെ കുട്ടിതൻ പുഞ്ചിരിയുള്ളപ്പോൾ വാരത്തോരപ്പിളി വേറെ വേണോ തന്തിനെ കുട്ടിതൻ പുഞ്ചിരിയുള്ളപ്പോൾ വാരത്തോരപ്പിളി വേറെ വേണോ വാരത്തോരപ്പിളി വേറെ വേണോ കാലുകാലിൽ ഒരു നങ്ങേലി പെണ്ണിന് കാവാലം കായലിൽ തുള്ളാട്ടം നാലുകാലിൽ ഒരു നങ്ങേലി താമസിച്ചാൽ മാപ്പുതരാൻ രാക്ഷസി സമ്മതമായി ചേർന്ന് നിന്നാലും മതരാം രാക്ഷസി കടലിൽ താമസിച്ചാൽ മാപ്പുതരാം രാക്ഷസി സമ്മതമായി ചേർന്ന് നിന്നാലും മതരാം രാക്ഷസി വീട്ടിലെ അടുത്തു നിന്നാട്ടെ എന്താണ് ഇമെയിലിൽ കത്തെഴുതാം ഇന്റർനെറ്റിൽ നോക്കി വരാം പഠിച്ചു വെച്ചിട്ട് കടക്കര ചെന്ന് തീരകളണ്ടടി രാക്ഷസി 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 താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി സമ്മതമായി ചേർന്ന് നിന്നാലും തരാം രാക്ഷസി 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 കടലിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി സമ്മതമായി ചേർന്നു നിന്നാലും മതരാം രാക്ഷസി തുടക്കമിട്ടില്ലേ എന്നെ അടുത്തു വന്നിനി നിന്നാട്ടെ ചുരുക്കം എന്താണ് എന്റെ നിഴലളക്കാതെന്താണ് അടക്കം എന്താണ് നോക്കി കൊല്ലല്ലേ പിഞ്ചല്ലേ കടലിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി സമ്മതമായി ചേർന്നു നിന്നാലും മതരാം രാക്ഷസി കടലിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി സമ്മതമായി ചേർന്നു നിന്നാലും മതരാം രാക്ഷസി
അടുത്തൊരു വ്യൂ പോയിൻ്റാണ്. ഭയങ്കര രസമുള്ള സത്യം പറഞ്ഞാൽ ഞാൻ ഈ കാര്യം പോയി കഴിഞ്ഞിട്ട് ഞാൻ കുറേ മിസ് ചെയ്തിരുന്നു. എന്താ പറയുക, എല്ലാവരും ചെന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാം എങ്ങനെയാണ് നമ്മളില്ല പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ എവിടെയാണെന്നൊക്കെ എല്ലാം കൂടി അറിയണം. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ. ഒന്നും പറയാം, അമ്മമാരുടെ കൂടെ പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ ഇത്രേ പറയത്തുള്ളൂ. വൈബ് തന്നെ, നല്ല വൈബ് അവരെല്ലാവരും. അമ്മമാരുടെ കൂടെ പ്രത്യേകിച്ച് പോകണം. നല്ല വൈബുള്ള ആൾക്കാരാണ്. നമ്മൾ അമ്മമാരുടെ കൂടെയും കൂടി ടൈം സ്പെൻഡ് ചെയ്യണം. അച്ഛന്മാരുടെ കൂടെ, അമ്മമാരുടെ കൂടെ. നമ്മളെപ്പോഴും കസിൻസ് ഫ്രണ്ട്സ് മാത്രമല്ലാണ്ട് അവരുടെ കൂടെ ഒന്ന് എൻജോയ് ചെയ്യണം. എത്തി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് കുറേ നടക്കാനുണ്ട് കേട്ടോ അവിടെ. നല്ല രസമുണ്ടായിരുന്നു നടക്കാൻ. അപ്പോൾ അങ്ങനെ ഓരോരോ ആൾക്കാർ ഇറങ്ങുന്നതേ ഉള്ളൂ. ഞങ്ങൾ ആകെപ്പാട് 9 പേരുണ്ടായിരുന്നു. അപ്പോൾ 12 സീറ്റിൻ്റെ വണ്ടിയാട്ടോ ഇത്. ഞങ്ങൾ 9 പേര് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എൻജോയ് ഒക്കെ ചെയ്തൊക്കെ വന്നപ്പോഴേ ഫുൾ അത്രയും നടക്കുകയാണ്. ആ ഫുൾ ഗ്രീനും മൊത്തം കാണുന്നത് എല്ലാം അത്രയും നടക്കാം. നമ്മൾ ആ മൗണ്ടനിലേക്ക് എത്തണമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ച് കമൻ്റൊക്കെ അടിച്ചൊക്കെയാണ് പോകുന്നത്. പിന്നെ ചേച്ചിയുടെ ഹാങ് ഓവർ മാറിയിട്ടില്ല. അപ്പോൾ അതേ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഷെറിൻ ആൻറ്റിയുടെ ക്യാറ്റ് വാക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടെ ക്യാറ്റ് വാക്ക് അതൊക്കെ കാണുമ്പോൾ. അപ്പം അങ്ങനെ ചെറിയ ചേച്ചി ക്യാറ്റ് വാക്ക് സ്റ്റാർട്ടാക്കി ഇടുപ്പിൽ കൈയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് പുള്ളിക്കാരത്തി. അപ്പോൾ പുള്ളിക്കാരത്തി പോവുക. ഫുൾ ആ സൈഡ് മൊത്തം ലെഫ്റ്റ് സൈഡ് മൊത്തം റബ്ബർ തോട്ടം കേട്ടോ. റബ്ബർ തോട്ടം എന്ന് വെച്ചാൽ ഒരുപാട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കമൻ്റ് എല്ലാം അടിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കുറേ ഇങ്ങനെ നടന്ന് പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ നല്ലൊരു ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. പിന്നെ അങ്ങനെ കുന്നിൻ്റെ അവിടെ എത്താറായി. കുറച്ച് എന്താ പറയുക, മലയുടെ ഒരു പ്രദേശം, അവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് നടക്കുവാണ് ഞങ്ങൾ. അപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എത്തി ഗൈസ്. അത്രയും നടന്ന് കാലൊക്കെ ഭയങ്കര വേദനയായി. അപ്പം ഞങ്ങൾ മൗണ്ടനിലേക്ക് കയറാൻ പോവാണ്. ഞങ്ങൾ എല്ലാവരും കൂടി എത്തണമല്ലോ. ഒരാൾ മാത്രം ഓരോരോ ആൾക്കാരെ പോകാൻ പറ്റുള്ളൂ. കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണിത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കല്ല് അവിടെ ഇവിടെയൊക്കെയാണല്ലോ വെക്കുന്നത്. അതുകൊണ്ട് കുറച്ച് റിസ്ക്കുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെ കുന്നൊക്കെ കയറി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയായിട്ട് ഈ മലയൊക്കെ കയറാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കയറി ചടപടി ഇങ്ങനെ കയറി ഇതിൻ്റെ അവിടുത്തെ വ്യൂ ആട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. അമ്മയുടെ കയ്യിലാണെങ്കിൽ ബാഗും ഉണ്ട്. അത് കുറച്ച് വെയിറ്റുള്ളത്. ഞങ്ങൾ രണ്ടാളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പാവം എൻ്റെ അമ്മച്ചി. അങ്ങനെ ഞങ്ങൾ കുന്നും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നടന്നിട്ട് കുറേ നടന്നു ഞങ്ങൾ കുറേ. അപ്പം ഞാൻ പിന്നെ ഓടിയാണ് ഞാൻ കയറിയത്. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ആള് പറഞ്ഞു ഞാൻ ഫ്രണ്ടിലേക്ക് പോട്ടെ. ഞാൻ മുകളിലേക്ക് ഓടി. പിന്നെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ ഇനിയും നടന്നുകൊണ്ടിരിക്കുക. നല്ല രസമാണ് കേട്ടോ. പിന്നെ ബാക്ക് സൈഡ് കണ്ടപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ തല ഇറങ്ങിപ്പോയിട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വെച്ച് ഞാനിപ്പോൾ ഉരുണ്ട് വീഴും താഴേക്ക്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. കാരണം നടന്നില്ലേ, പൊരിഞ്ഞ വെയിലും കൂടിയായിരുന്നു. അപ്പോൾ ഓടിപ്പാഞ്ഞവിടെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ ബാക്കിയുള്ള നടപ്പ് സ്റ്റാർട്ടാക്കി ഞങ്ങൾ.
പിന്നെ താഴേക്ക് പോയപ്പോൾ തന്നെ ഞങ്ങൾ ചെറുതായിട്ട് വഴി അങ്ങോട്ട് തെറ്റിപ്പോയി. വേറൊന്നും അല്ല, അത് മുകളിലേക്ക് ഞങ്ങൾ പോയത്, താഴേക്കാണ് ശരിക്കും പോകേണ്ടത്. അതായത് ഈ ആരോ മാർക്കിൻ്റെ ആ ഭാഗത്താണ് പോകേണ്ടത്. ഞങ്ങളെല്ലാവരും മുകളിലേക്ക് നടന്നു. അപ്പം അങ്ങനെ താഴേക്ക് പിന്നെയും താഴേക്ക് വന്ന് നടന്നിട്ട് ഞങ്ങൾ ആ ആരോ മാർക്കിലാണ് അങ്ങോട്ടേക്കാണ് പോയത്. ആരോ മാർക്ക് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ. അപ്പോൾ ആ സൈഡിലേക്ക് ഞങ്ങൾ പോയി. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും വർത്തമാനം പറഞ്ഞിട്ടൊക്കെ എല്ലാ വിശേഷം എല്ലാം പറഞ്ഞിട്ടൊക്കെ ഇവർ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങണ്ടായോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഈ ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത്. കുന്ന് നടന്നുകൊണ്ടിരിക്കുക. പിന്നീട് ആ ചേച്ചി പറഞ്ഞ മേളിലല്ല, താഴേക്കാണ് നമുക്ക് പോകണ്ട. അങ്ങനെ പിന്നെയും താഴേക്ക് ഇറങ്ങി പിന്നെ ആ ആരോ മാർക്കിൻ്റെ അവിടെയാണ് ഞങ്ങൾ പിന്നെ പോയത്. അതായത് സൈഡിലേക്ക് അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പിന്നെയും പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ താഴേക്ക് വന്ന് മെയിൻ സ്പോട്ട് എത്തി. ഇവിടെ ചെറിയൊരു കടയുണ്ട്. ഡ്രസ്സ് മാറാൻ വേണ്ടി 10 രൂപ. പിന്നെ വാഷ്റൂമിൽ പോകാനാണെങ്കിൽ ബാത്റൂം വെള്ളം യൂസ് ചെയ്യാനാണെങ്കിൽ അതും 10 രൂപ. അങ്ങനെ അവിടെ ഡ്രസ്സിങ്ങിന് 10 രൂപയും വാഷ്റൂം യൂസ് ചെയ്യാനും 10. അങ്ങനെ 20 രൂപയാണ് അവർ ചാർജ് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഇപ്പോഴത്തെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാനും അമ്മയൊക്കെ ഷോർട്സൊക്കെ ഇട്ടിട്ടാട്ടോ പോയത്. എല്ലാവരും ഷോർട്സൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് പോവുക. എല്ലാ സൈഡും വെള്ളമാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് ഏത് ഭാഗത്ത് കയറണമെന്ന് ഞങ്ങൾ കൺഫ്യൂഷനായി. അപ്പോൾ നടന്ന് ഞങ്ങളൊരു സ്പോട്ട് ഞങ്ങൾ കണ്ടെത്തി. വെള്ളത്തിൽ ഞാൻ ഇറങ്ങി തന്നെ ഉടുക്കത്തെ തണുപ്പായിപ്പോയി. അപ്പോൾ ഞങ്ങൾ ശരിക്കുള്ള സ്പോട്ട് നോക്കി ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് ബാഗ് വെച്ചാൽ മതി, നിങ്ങൾ താഴേക്ക് വെള്ളത്തിൽ നിങ്ങൾ ഇറങ്ങിക്കോളാൻ ഞാൻ പറഞ്ഞു. കാരണം ഞാൻ ഇറങ്ങിയില്ല, വേറെ ഒന്നും ഉണ്ട്. അതിൻ്റെ ശേഷം പിന്നെ വെള്ളം അങ്ങനെ കാതിലേക്കൊന്നും കൂടുതൽ ഒഴിക്കാറില്ല, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ എല്ലാം ബാഗും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് വെച്ചു. ശരിയും ചേച്ചി വെള്ളത്തിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചേച്ചി എടുത്തായിരുന്നു എല്ലാം കാര്യം, ബാഗ്, ചെരുപ്പ്, ഫോണെല്ലാം ചേച്ചിയുടെ കയ്യിലായിരുന്നു. ഞാൻ മാത്രം ഫോൺ എടുത്തിട്ട് ആ വെള്ളത്തിൽ കുറച്ച് കാലൊക്കെ നനയ്ക്കാൻ ഭാഗത്ത് അവിടെ ഒരു കല്ലുണ്ടായിരുന്നു. അവിടെ പോയി ഇരുന്ന് അമ്മയുടെയും ഈ എല്ലാ എൻ്റെ അമ്മയുടെ മാത്രമല്ല എല്ലാ അമ്മമാരുടെയൊക്കെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് കൊടുത്തു. എന്നിട്ട് അവിടെ കളിക്കുന്നുണ്ടില്ല അവരുടെ ഒരു എക്സൈറ്റ്. അത് കണ്ടപ്പോൾ കുറച്ചുകൂടി എനിക്ക് തോന്നി എനിക്കും കൂടി പോകാൻ. പക്ഷേ എനിക്ക് എൻ്റെ ഹെൽത്തും കൂടി എനിക്ക് നോക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. അപ്പോൾ അവരെല്ലാവരും കൂടി അവിടെ എന്താ പറയുക കളിയും കാര്യങ്ങളൊക്കെ. പിന്നെ റോസയ്ക്ക് സ്വിമ്മിങ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇറങ്ങിയത്. പുള്ളിക്കാരത്തേക്ക് അറിയത്തില്ല, പക്ഷെ ട്രൈ ചെയ്യുവാണ് പുള്ളിക്കാരത്തി. അപ്പോൾ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ വാട്ടർഫോളൊക്കെ നല്ല തണുത്ത ഐസ് വെള്ളമായിരുന്നു. എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു നനയാൻ. പക്ഷേ എനിക്ക് എന്താ പറയുക നനയാനൊന്നും പറ്റിയില്ല. പക്ഷെ അവർ നല്ലോണം എൻജോയ് ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് നല്ല രീതിക്ക് അവർ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഇത് മൊത്തം ഈ വീഡിയോ തന്നെയായിരിക്കും, ഇനി ഇത് തന്നെയായിരിക്കും കണ്ടിന്യൂ ആയിട്ട് എല്ലാവരും കണ്ടിട്ട് വായോ.
എങ്ങോട്ടാ വരുന്നേ? ഓ ആ ഓക്കെ 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 നല്ല കാര്യം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ എൻജോയ് ഒക്കെ ചെയ്തു. അപ്പോൾ ഈ വെയിലത്ത് ഡ്രസ്സ് ഉണങ്ങണം. അത് അടുത്ത സ്റ്റോപ്പിലേക്ക്, അതായത് അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയാകുമ്പോൾ ഫുൾ നനയുമല്ലോ. അപ്പോൾ അങ്ങനെ വെയിലത്തൊക്കെ ഫുള്ളും കരിഞ്ഞിട്ടാ, ഫുള്ള് ഉണക്കി, ഡ്രസ്സൊക്കെ ഉണക്കി. അങ്ങനെ ഞങ്ങൾ അടുത്ത എന്താ പറയുക ലൊക്കേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങും അവിടെ നിന്ന്. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ ഉണങ്ങി എല്ലാം കഴിഞ്ഞു. അപ്പോൾ വന്നിട്ട് കുറേ നടക്കാറുണ്ടായിരുന്നു. പോകാൻ നേരത്ത് വഴി തെറ്റിപ്പോയി എനിക്കും എല്ലാ അമ്മമാർക്കും വഴി തെറ്റിപ്പോയി. അപ്പോൾ അങ്ങനെ ആ വണ്ടിക്കാരൻ്റെ ചേട്ടനോട് പറഞ്ഞ ചേട്ടൻ ഞങ്ങൾ വഴി തെറ്റിയപ്പോൾ ഒന്ന് റോഡ് സൈഡിലേക്ക് ഒന്ന് വരാം. അങ്ങനെ ആ ചേട്ടൻ റോഡ് സൈഡിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ അമ്മയുടെ ആണെങ്കിൽ കാലും ഫുൾ പൊള്ളിട്ട് വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ റോഡ് സൈഡ് ഫുൾ ആ പൊള്ളലിലൂടെയാണ് ഞാനും അമ്മയും ബാക്കി എല്ലാ അമ്മമാരും ചെരുപ്പിട്ടിട്ടാണ് വന്നത്. ഷൂ നനയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും ചെരുപ്പിട്ടില്ല. അപ്പോൾ അങ്ങനെ വണ്ടിയിലൊക്കെ കയറി. പിന്നെ കഴിഞ്ഞ ശേഷം കുറച്ച് എന്താണ് സ്പേസ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ വണ്ടി വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്പോട്ട് കണ്ടെത്തി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ ഇതുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ചോറ്, മീൻകറി, ചിക്കൻ കറി, അച്ചാറ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ. ഇനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ബൈ.